സുധാമാവ് എന്ന ബ്രാഹ്മണൻ അത്യധികം ദുഃഖിതനും പരവശനുമായാണ് സ്വഗൃഹത്തിലേക്ക് കയറി ചെന്നത്. ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് ആരും ഒന്നും കൊടുത്തിട്ടില്ല. വീട് വീടാന്തരം കയറിയിറങ്ങി ഭഗവത് ശ്ലോകങ്ങൾ ചൊല്ലി ആ വീട്ടുകാർ കൊടുക്കുന്ന അരിയോ നെല്ലോ മറ്റു ധാന്യങ്ങളോ എന്തെങ്കിലും കൊണ്ടാണ് സുധാമാവും അദ്ദേഹത്തിൻ്റെ കുടുംബവും കഴിഞ്ഞുകൂടുന്നത്. സുധാമാവ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടുപ്പത്ത് വെച്ചിരുന്ന കലമെടുത്ത് താഴെ വെച്ചു. വാടിത്തളർന്നിരുന്ന കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങി. സുധാമാവിൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ച് ഉറക്കാൻ ഒരു വിഫല ശ്രമം നടത്തി. കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ സുധാമാവ് ഉത്കടമായ സങ്കടക്കടലിൽ മുങ്ങി. എന്തു ചെയ്യും ഭഗവാനെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ പട്ടിണി മാറ്റാനെങ്കിലും എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അദ്ദേഹത്തിൻ്റെ ദുഃഖകരമായ അവസ്ഥ കണ്ട് അദ്ദേഹത്തിൻ്റെ പത്നി സുധാമാവിനോട് പറഞ്ഞു, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അങ്ങ് അനുസരിക്കണം. സുധാമാവ് ചോദ്യഭാവത്തിൽ ഭാര്യയെ നോക്കി. അവർ തുടർന്നു, അങ്ങയുടെ സുഹൃത്തല്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ? നിങ്ങൾ സതീർത്ഥ്യരല്ലായിരുന്നോ? ഭഗവാനെ നേരിട്ട് കണ്ട് സങ്കടങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം തീർച്ചയായും നമ്മളെ സഹായിക്കും. സുധാമാവും ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഒന്നിച്ച് പഠനം നടത്തിയിരുന്നു. എന്നാൽ ഭഗവാന്റെ സതീർത്ഥ്യൻ ഇന്ന് കുചേലനായിരിക്കുന്നു. പക്ഷേ സുധാമാവിന് അത് സമ്മതമായിരുന്നില്ല. വെറുതെ നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ? തന്നെയുമല്ല, എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാകുമോ? അപ്പോൾ ഭാര്യ പറഞ്ഞു, പിന്നെ നമ്മൾ എന്തു ചെയ്യും? ഇന്ന് തന്നെ ഒന്നും കിട്ടിയില്ല. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഒരാൾ ഒന്നും തരാതാകും. അപ്പോഴോ നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ പട്ടിണി നമ്മൾ എങ്ങനെ മാറ്റും? അങ്ങ് ഭഗവത് ശ്ലോകങ്ങളല്ലേ എല്ലാ ദിവസവും ചൊല്ലുന്നത്? അങ്ങ് ഭഗവാനെ അല്ലേ എല്ലാ ദിവസവും പൂജിക്കുന്നത്? ആ ഭഗവാനെ നേരിൽ കണ്ട് സങ്കടങ്ങൾ ഉണർത്തിച്ചാൽ ഭഗവാൻ നമ്മളെ തീർച്ചയായും സഹായിക്കും. അങ്ങനെ തൻ്റെ പത്നിയുടെ ആഗ്രഹപ്രകാരം സുധാമാവ് കൃഷ്ണനെ കാണാൻ പോകാമെന്ന് സമ്മതിച്ചു. എന്നാൽ അദ്ദേഹത്തെ പോലെയുള്ള മഹാത്മാവിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കാഴ്ചയായി കൊണ്ടുപോകണ്ടേ? അതിനെന്താ വഴി? ആ സാധു സ്ത്രീ മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ച് തൊട്ടടുത്തുള്ള 2-3 ഗൃഹങ്ങളിൽ പോയി ഭിക്ഷ യാചിച്ചു. അവിടെ നിന്ന് കിട്ടിയ കുറച്ച് നെല്ല് ഇടിച്ച് അവലാക്കി ഒരു തുണിയിൽ പൊതിഞ്ഞു കെട്ടി ഭർത്താവിനെ ഏൽപ്പിച്ചു. പിറ്റേന്ന് അതിരാവിലെ സുധാമാവ് കൃഷ്ണനെ കാണാൻ പുറപ്പെട്ടു. അങ്ങനെ നടന്ന് ക്ഷീണം വരുമ്പോൾ ഇടയ്ക്ക് ഇരുന്നും ദാഹവും വിശപ്പും കൂടുമ്പോൾ പൊയ്കയിൽ നിന്നും വെള്ളം കുടിച്ചും അദ്ദേഹം അവസാനം ശ്രീകൃഷ്ണ ഭഗവാൻ വാഴുന്ന കൊട്ടാരത്തിലെത്തി. സ്വർണവർണ്ണമാർന്ന കൊട്ടാരത്തിൻ്റെ മുൻപിൽ നിന്ന സുധാമാവിനെ ബാറാവുകാരൻ അകത്തേക്ക് കടത്തിവിടാൻ കൂട്ടാക്കിയില്ല.